ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിഡൻ്റ് ആവില്ല, റെസിഡൻ്റ് ആവുന്നവരെ എടുക്കുക കേട്ടോ, അല്ലാത്തൊരു വിട്ടേക്കണം. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. അതുപോലെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമുക്ക് നമ്മുടെ ചാനൽ പിന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചെയ്യണം. പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പഴയ ആളുകൾക്ക് ഇത് ബാധകമല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇവിടെ എന്ന് കിട്ടിയ എനർജിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതായത് നിങ്ങളോട് ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്, എനിക്ക് താല്പര്യമുണ്ട് എന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു അഫെയർ എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ എന്നെ കൊണ്ട് പറയിക്കേണ്ട ആവശ്യമില്ലല്ലോ, സോറി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അത് നിരസിച്ചു എന്നാണ് കാണിക്കുന്നത്. ആ നിരസിച്ചത് ഈ വ്യക്തിക്ക് ഏത് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അതിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകുമോ, ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ വ്യക്തിയുടെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എനർജി ദ മജീഷ്യൻ എന്ന പവർ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കുന്നു. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഹി ഓർ ഷീ, അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചെങ്കിൽ അത് കൊണ്ടുപോകും, അല്ലെങ്കിൽ അത് ഞാൻ നേടിയെടുത്തിരിക്കും ഏത് വിധേനയും എന്നുള്ള ഒരു എനർജിയുള്ള ആളാണ് എന്ന് നമുക്ക് കടിവരയിട്ട് പറയാം. എനർജി കിട്ടിയിരിക്കുന്ന അതാണ്. ഓക്കെ, ഇവിടെ ആ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നു എന്നാണ് കാണിച്ചത്. 7 ഓഫ് വാൻസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു ബൗണ്ടറി വെച്ചിട്ട് പറഞ്ഞു, നോക്കട്ടെ പറയാം. പിന്നീട് നിങ്ങൾ അതിനെ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചു എന്നും കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ തൽക്കാലത്തേക്ക് വിട വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ വിരമിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ചെറിയ വേദനയും വിഷമങ്ങളും ഉണ്ട്. നിങ്ങളോട് ആർഗ്യൂ ചെയ്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പക്ഷേ ചെയ്ത് കാണാം, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് നിന്നിട്ടുണ്ടാവും. എന്തായാലും ഒരു മനസ്സിൽ ഈ ആർഗ്യൂ ഉണ്ട്. അതായത് ഒരു ദേഷ്യം നല്ലതുപോലെ തോന്നി എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ നിരാശയും ഉണ്ട്. കാരണം വെച്ചാൽ വളരെയധികം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ വളരെയധികം ആഗ്രഹിച്ചു, വളരെയധികം ഇഷ്ടത്തോടു കൂടി തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ അത് നിരസിച്ചപ്പോൾ ഇവിടെ മജീഷ്യൻ വന്നതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അത് വളരെ ഒരു നിരാശ ഉണ്ടാക്കി ഈ വ്യക്തിക്ക് എന്ന് കാണിക്കുന്നുണ്ട്. വളരെയധികം സങ്കടമുണ്ടാക്കി. സങ്കടം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അങ്ങനെയാണ്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് നമുക്കത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വളരെയധികം നിരാശരായി പോകും പെട്ടെന്ന്. അപ്പോൾ അത്രയ്ക്കും ആഗ്രഹിച്ചു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ അതിന് സാധിച്ചില്ല, അല്ലെങ്കിൽ നടന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ വ്യക്തി ഇവിടെ നമുക്കൊരു കാർഡ് വന്നിട്ടിരിക്കുന്നത് ഈ ഒരു ഈഗോ ഉള്ള വ്യക്തിയാണ്. എംപററാണ് വന്നിരിക്കുന്നത്. പിന്നെ സാമ്പത്തികമായിട്ടായാലും ശരി, കരിയറിൽ, ഫിനാൻസ്, എല്ലാ കാര്യത്തിലും ശരി, കുറച്ച് മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അതോറിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ലീഡർഷിപ്പ് ഉള്ള വ്യക്തിയാണ്. എല്ലാവരുടെ മുമ്പിലും പിന്നെ ആ ഒരു പവർ കാത്തു സൂക്ഷിക്കുന്ന ആൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഈഗോയിസ്റ്റ് പേഴ്സൺ കൂടിയാണ്. വളരെ ഈഗോ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഈഗോയ്ക്കേറ്റ ഒരു അടി എന്ന നിലയിലും നമുക്ക് നിങ്ങളുടെ ഈ പിന്നെ റിപ്ലൈ ആൾക്ക് ബാധിച്ചു പോയി എന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഒരു പിന്നെ അൺഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ആണോ ഇത് എന്ന് നിങ്ങൾ സംശയിച്ചോ ഒന്ന് ഈ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലട്ടി ഓഫ് നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട്. ഫ്ലട്ടി ആൻഡ് ഓപ്പൺ മൈൻഡഡ് ലവ്. ആൾ നല്ല ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. എല്ലാവരോടും വളരെയധികം അടുത്തിടപഴകുന്ന ആൾ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണോ എന്നോട് ഈ രീതിയിൽ സംസാരിച്ചത് എന്ന് പറയുന്നത് ഒരു
പിന്നെ പാർട്ട്ണറുടെ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ പറയും, ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് പറയും. അത് സ്വാഭാവികമാണ്. അതിനെ ആ വഴിക്ക് വിടാനാണ് നമ്മൾ സാധാരണ ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് ഈഗോ ഉണ്ട്. അതായത് ആ ഈഗോ എന്ന് പറയുമ്പോൾ തലയ്ക്കടി കിട്ടി എന്നുള്ളതാണ്. അതായത് മകുടത്തിനടി കിട്ടി എന്ന് പറയാമല്ലോ അവിടെ. കാരണം വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പിന്നെ ബൗണ്ടറി വയ്ക്കലും താല്പര്യമില്ല എന്ന് പറയലും ഇവിടെ ഒരു അടി കിട്ടിയ മാതിരിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഡബിൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നമുക്കെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഡബിൾ എന്ന് പറയുന്നത് ഒരു നല്ല കാർഡല്ല. കാരണം എൻട്രാപ്മെൻറ്റ് ആണ്, നെഗറ്റീവ് പാറ്റേൺസ് ആണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് എടുത്ത് പറയണം. കാരണം നിങ്ങളടുത്ത് ഇനിയും വീണ്ടും ഇത് കാരണം വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള ഒരു പിൻവാങ്ങൽ മാത്രമാണെന്നാണ് കാണുന്നത്. കിങ് ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തരുന്ന പോലെ ഒരു പക്ഷേ ഇത് തിരിച്ചു വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളോട് നമ്മൾ ചിലപ്പോൾ മറുപടി പറയുന്നത് സൂക്ഷിച്ചു വേണം എന്നുകൂടി ഇതെനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. പേജ് ഓഫ് വാൻസ് ചെറിയ നിഷ്കളങ്കരായ കുട്ടികളെ പോലെയും വളരെ തമാശ കാണിച്ചും ഒക്കെ വീണ്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കൊണ്ടുപോകാം, നല്ലൊരു സ്നേഹം കൊണ്ടുപോകാം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചൊരു വിഷമം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സൈലൻ്റാണ് എങ്കിലും ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കുറച്ചും കൂടെ ഒരു മയത്തിലൊക്കെ പറയാമായിരുന്നു എന്നൊരു ചിന്ത ഇപ്പോൾ നിങ്ങളെ മഥിക്കുന്നു എന്ന് കാണുന്നു. ഇത് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ. കാരണം ഒരാൾക്ക് ഇഷ്ടമാണെന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞു, അപ്പോൾ തന്നെ അങ്ങ് ഓക്കെ യെസ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. കഴിയോ? അങ്ങനെ കഴിയില്ല. ഇഷ്ടം നമുക്കും തോന്നണ്ടേ. അപ്പോൾ ആ ഇഷ്ടം തോന്നിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടാകും എന്നാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കാണുന്നത് 4 ഓഫ് കപ്സ് ആണ്. വളരെ ഫാമിലി ആയിട്ടുള്ള നല്ല കൺസേൺസ് ആയിട്ടുള്ള അൺകൺസേൺസ് ആയിട്ടുള്ള ലവ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അതിനിടയ്ക്ക് മറ്റ് ബന്ധങ്ങളിൽ താല്പര്യമില്ല. ഇത് സിംഗിൾ ആയിരിക്കാം. മനസ്സിലായോ? ഇത് സിംഗിൾസിനാണ് കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. സൂക്ഷിക്കണം കുട്ടികൾ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിലയബിൾ ലവ്. അപ്പോൾ ഇതൊരു വിവാഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള, അതായത് നിങ്ങളുടെ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് താല്പര്യമില്ല എന്ന് ഒറ്റയടിക്ക് പറയണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇവിടെ കുറച്ചൊരു ഈഗോ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരം ഒരു ജീവിതമാണ്. വളരെ കോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൈൻഡായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാർഡ് കേട്ടുന്നത്. ഇപ്പം നിങ്ങളുടെ മൈൻഡ് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഇതാണ്, നിങ്ങളിങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിവാഹം എന്ന് പറയുന്നത് ഒരു വളരെ പവിത്രമായ ഒന്നായിട്ട് കാണുന്നു. ആ കാണുന്നത് വീട്ടിൽ പറഞ്ഞ് അതിനെ ആ രീതിയിൽ കൊണ്ടുപോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഇവിടെ ഇതിപ്പോൾ സാധാരണയാണ്, ഇതൊന്നും വലിയ ഒരു അനക്കാര്യങ്ങളൊന്നുമല്ല, സാധാരണയാണ്. ഓരോ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹം പറയുന്നു, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇതൊക്കെ ഫീൽ ചെയ്യണം. പക്ഷേ നമുക്കിവിടെ ഈഗോയും അതുപോലെ തന്നെ മജിഷ്യനും ഡബിളും വന്നതുകൊണ്ട് ഈ വ്യക്തിയെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് നമുക്കിവിടെ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ എനർജി എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ആർക്കൊക്കെയോ ഇതുപോലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കിന്ന് കിട്ടിയത് അതാണ് ഞാനിവിടെ പറയുന്നത്. എന്തായാലും നിങ്ങൾ കുറച്ചൊന്ന് വിജിലൻറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഇനി ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഇനി നല്ലത് എന്നുകൂടി ഞാൻ പറയുകയാണ്. ഇവിടെ ദ സൺ വന്നിട്ടുണ്ട്. ലാസ്റ്റ് കാർഡാണ് നമുക്ക്. സൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറെ ഒരു
നല്ല ബന്ധം വന്നു ചേരാൻ സമയം വൈകാതെ തന്നെ വരും എന്ന് കാണിക്കുന്നു. ലോങ് ടേം ആയിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില ഇന്നത്തെ എന്തുകൊണ്ടാണ് ഈ ഒരു എനർജി വന്നതെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് നമുക്കാരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുമാതിരിയുള്ള ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യും അല്ലേ. പക്ഷേ ഇന്ന് അതും ഒരു പ്രശ്നമായിട്ടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അത് പറയാം. പണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതേമാതിരി നമുക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബലാത്കാരമായിട്ട് കൊണ്ടുപോവുകയും ഉപദ്രവിക്കുകയും പിന്നെ ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള സീനൊക്കെ പലയിടത്തും നമ്മൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ ഉണ്ട്. ഇത് പിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. പുരുഷന്മാരെ ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. പുരുഷന്മാരെ കുറ്റം പറഞ്ഞിട്ട് അവർ മോശക്കാരാണ് എന്ന് പറയില്ല. ഇത് തിരിച്ചും സംഭവിക്കാം. ഇന്ന് പണ്ടത്തേക്കാൾ കാലം മാറിയിട്ടുണ്ട്. ഇത് തിരിച്ചും വരാം. അതുകൊണ്ട് ഇവിടെ ബോയ് ആയാലും ഗേളായാലും ആരായാലും നമ്മളുടെ പവറിൽ നിൽക്കണം. നമ്മളുടെ പവർ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളും. അതിനെ ത്യജിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മയമൊക്കെ ആകാം. കാരണം എല്ലാവരും ഒരേപോലെ അല്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ ഈ കാർഡ് സത്യത്തിൽ എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഞാൻ ഇതിവിടെ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഇന്ന് കിട്ടിയ എനർജിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരും. കാരണം വെച്ചാൽ ഡിവൈൻ നമ്മളെ കൊണ്ടത് പറയിപ്പിക്കുന്നുവെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം കാണും എന്നാണ് എനിക്ക് കാണുന്നത്. ഞാൻ ലാസ്റ്റ് ഒരു കാർഡും കൂടി എടുത്തു. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഫോർച്യൂൺ ആൻഡ് എക്സിറ്റിംഗ് ലവ് എന്നാണ്. ഇത് കാലചക്രം നിങ്ങൾക്കിത് തെളിയിച്ച് തരും എന്നാണ്. ഇത് നമ്മൾ ഒന്ന് വിജിലൻ്റ് ആയിരിക്കണം. നമുക്ക് ചുറ്റും പിന്നെ വട്ടമിട്ട് പറക്കുന്ന ചില കഴുകകളും ഒക്കെ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് സമയമാകുമ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഡിവൈൻ കൊണ്ടുതരും. ധൈര്യമായിരിക്കൂ എന്നാണ്. എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് കൂടെയുണ്ട്. ധൈര്യമായിരിക്കൂ. ഈശ്വരൻ കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.